രാജ്മോഹൻ ശ്രീജിത് പണിക്കർ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണല്ലോ. ജയിലിലും തീവ്രവാദം വളർത്തുകയാണ് തടിയന്റെ ഇവിടെ നസീർ. എൻ ഐ എയുടെ കണ്ടെത്തലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ CCBയുടെ ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു, സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ. അവരും സമാനമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു നൽകിയിരുന്നത്, തടിയന്റെ ഇവിടെ നസീർ പരപ്പന അഗ്രഹാര ജയിലിൽ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച്. അപ്പോൾ കർണാടക സർക്കാരും ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് കരുതാൻ കഴിയുന്ന ഒരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ പ്രൊഫൈൽ പ്രിസണറാണ്, ഹൈ സെക്യൂരിറ്റി സെല്ലിൽ താമസിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 ആൾക്കാരുടെ പ്രൊഫൈൽ നമ്മളൊന്ന് നോക്കൂ. അതിലൊരാൾ ജയിലിലുള്ള അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള, ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കൈട്രിസ്റ്റാണ്. ഈ സൈക്കൈട്രിസ്റ്റാണ് ഇദ്ദേഹത്തിന് വേണ്ടുന്ന മൊബൈൽ ഫോണുകൾ ഇവിടെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തേത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരു ASI ആണ്. ഇയാളാണ് ഈ നസീറിനെ കോടതികളിൽ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ മറ്റാൾക്കാർക്ക് കൈമാറിയത്. മൂന്നാമത്തേത് തീവ്രവാദ കേസിൽ തന്നെ ഒളിവിൽ പോയിരുന്ന ഒരു പ്രതിയുടെ അമ്മയാണ്. അവരാണ് ജയിലിൽ പണം എത്തിച്ച് നൽകിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ആൾക്കാരും 3 മേഖലകളിലുള്ള ആൾക്കാരാണ്. ഈ 3 ആൾക്കാരും ഓൺ എ ഡേ ടു ഡേ ബേസിസ് ഒരു കാരണവശാലും ഈ തടിയൻ്റെ നസീറുമായിട്ട് ഇൻറ്ററാക്ഷൻ ഉണ്ടാകേണ്ടുന്ന ആൾക്കാരുമല്ല. നമുക്ക് ഒന്ന് ഇത്തിരി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസ് എന്ന് പറയുന്നത് തന്നെ ലഷ്കർ-ഇ-തയ്യബയുടെ സ്വാധീനത്തിൽ ഇവിടെ സൂയിസൈഡ് ബോംബേഴ്സ് അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റാക്കിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് ആൾക്കാരെ സംഘടിപ്പിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ചാവേർ ആക്രമണത്തിന് വേണ്ടിയിട്ട് റാഡിക്കലായിട്ടുള്ള കുറേയധികം ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അപ്പോൾ കേവലം നസീറും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ 3 പേര് മാത്രം വിചാരിച്ചാൽ ഈ പരിപാടി ഇത്രയും കാലം സുഗമമായിട്ട് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്നതാണ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇൻ്റലിജൻസ് ഫെയിൽ ഉണ്ടായി എന്ന് പറയും. പക്ഷേ കേവലം ഒരു ഇൻ്റലിജൻസ് ഫെയിലിന് അപ്പുറത്തേക്കാണ് ഇതിലെ കാര്യങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിലെ കറക്റ്റായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി, അത് പൊളിറ്റിക്കലായിട്ടാണെങ്കിൽ അങ്ങനെ, പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ, അത് ഫിക്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഉന്നത രാഷ്ട്രീയ സ്വാധീനം, ഉന്നത പോലീസ് സ്വാധീനം ഇതില്ല എങ്കിൽ ഈ രീതിയിലത്തേക്ക് നടക്കുമോ? ഇപ്പോൾ ഈ 3 പ്രൊഫൈലിലുള്ള ആൾക്കാർ ഇവർ ഒരു കാരണവശാലും നസീറുമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ദിവസേന എന്ന രീതിയിലത്തേക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടുന്ന ആൾക്കാരല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ആൾക്കാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് ശ്രമിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഡോക്ടറുടെ പേര് ഡോക്ടർ നാഗരാജ് എന്നാണ്. അപ്പോൾ അയാളുടെ മതത്തിലുള്ളതല്ല. ഇപ്പം മതപരമായിട്ടുള്ള തീവ്രവാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങയുടെ മതത്തിലുള്ള ആൾ പോലും അല്ല എന്ന് ആലോചിച്ച് നോക്കുക. ഹൈ റിസ്ക് കേസായിട്ടുള്ള, ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു പ്രിസണേഴ്സ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മറ്റുള്ള ആൾക്കാരെ അവരുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം എങ്ങനെയാണ് അവിടെ ഉണ്ടായത്? 1 or 2 തവണ ഇതിലേതെങ്കിലും ആൾക്കാരെ കണ്ടതുകൊണ്ട് പെട്ടെന്ന് അവരെ സ്വാധീനിച്ച് ഈ രീതിയിലത്തേക്കുള്ള ഒരു ആശയം സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇവർ വളരെ കൃത്യമായി വളരെ തവണ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൈ സെക്യൂരിറ്റി പ്രിസണർ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ചെറുതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഈ സെക്യൂരിറ്റി എല്ലാം മറികടന്നുകൊണ്ട് അയാൾ താമസിക്കുന്ന സെല്ലിലേക്ക് മൊബൈൽ ഫോൺ എങ്ങനെ എത്തും? എങ്ങനെയാണ് അവിടേക്ക് പണം എത്തുക? ആ പണം അവിടെ നിന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പരിശോധിക്കണം. അപ്പോൾ അതിന് ജയിൽ അധികൃതരുടെ, കേവലം ഒരു ASIയുടെ മാത്രമല്ല, ജയിൽ അധികൃതരുടെ ഒരു സഹായം, പിന്തുണ അതില്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു കേസിൽ സാധാരണഗതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രിസണർ അല്ല. നമ്മളിപ്പോൾ വേണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരെയൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് സ്വാധീനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യമല്ല. സാധാരണഗതിയിൽ അങ്ങനെ പോലീസുകാർ വഴങ്ങിക്കൊടുക്കേണ്ടതല്ലാത്ത തീവ്രവാദ കേസാണ്. അപ്പോൾ ആ കേസിലിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ പോലീസുകാർ സ്വമേധയാ അല്ലെങ്കിൽ കിട്ടാവുന്ന ഒരു മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിന് പുറമേ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാധീനം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോവുക, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രിസണറുടെ അടുത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ തന്നെ ഇത് സംവിധാനം അവിടെ ഉണ്ടാകേണ്ടതാണ് ഇതൊക്കെ പരിശോധിക്കാൻ. ഇയാൾ തടിയൻ്റെ നസീർ ആയതുകൊണ്ടും ഇയാൾ ഉൾപ്പെട്ടിരിക്കുന്ന കേസ് ഇന്നതായതുകൊണ്ടും അവിടെ കൂടുതലായിട്ടുള്ള ഒരു ചെക്ക് അവിടെ നടക്കേണ്ടതാണ്. അതില്ല. അപ്പോൾ ഈ തൻ്റെ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ജോലിക്ക് പുറമെ ഒരു സൈക്കൈട്രിസ്റ്റിന് എന്ത് തരത്തിലുള്ള ബന്ധമാണ് നസീറുമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്? അപ്പോൾ ജോലിക്ക് പുറമേ ഉള്ള എന്ത് തരത്തിലുള്ള ബന്ധമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? അത് എത്ര കാലം നീണ്ടു നിന്നിരുന്ന ബന്ധമാണ്? ഈ വിവരങ്ങൾ ചോർത്തി നൽകി എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്ത് ആർക്കൊക്കെയാണ് ഇത് ചോർത്തി നൽകിയിരിക്കുന്നത്? അവർ എന്ത് തരത്തിലാണ്? ഒരു റെസ്ക്യൂ മിഷൻ അവർ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ, അതോ ഇയാളുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു? ഇതെല്ലാം തന്നെ ഇവിടെ പുറത്തു വരേണ്ടതായിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ NIAയുടെ കസ്റ്റഡിയിൽ ഇവരായിട്ടുണ്ട് എന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു ലിങ്കേജ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇനി അവർ പഠിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അവർക്ക് അറിയാമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണമാണ് ഇനി നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ സിംപ്ലി ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറസ്റ്റിലായിരിക്കുന്ന 3 ആൾക്കാരെന്ന് പറയുമ്പോൾ ഇതിൽ ഇയാളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും അറ്റത്തെ കണ്ണികൾ മാത്രമാണ്. പക്ഷേ ആ കണ്ണി അവിടെ നിന്നല്ല തുടങ്ങുന്നത്, അത് അതിൻ്റെ അങ്ങേ അറ്റം മാത്രമാണ്. അത് ഇപ്പുറത്തെ സൈഡിൽ
ആരാണ് ആ കണ്ണി അല്ലെങ്കിൽ ആ ഒരു ചെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നും ഏതൊക്കെ കണ്ണികൾ വഴിയാണ് ഇയാളിലേക്ക് ഈ ബന്ധം വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലായിട്ടും പോലീസിന്റെ നേതൃത്വത്തിൽ അതിന്റെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആൾക്കാർക്കും ഇതിലുണ്ടായിരുന്ന താല്പര്യം എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ശരി, മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ അല്ലാതെ ആരിഫ് വെറുതെ